പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതൊക്കെ നമ്മളുടെ പഴയ ജന്മത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഒരാൾ വയറുവേദനയാണ്, അവർക്ക് ഇത്ര കാലം നോക്കിയിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അവർ ഒരു യോദ്ധാവായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, കുത്തേറ്റ് മരിച്ചതാണ്. അപ്പം അതിൻ്റെ ഒരു ഇമ്പ്രഷനാണ് അവർക്ക് അങ്ങനെ കിടക്കുന്നത്. അത് അറിയുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ മനസ്സിലുള്ള ഭീതി, ആ ഒരു ചിന്ത വിട്ടുമാറുക ചെയ്യുന്നത്. ഒരാൾ തലവേദനയായിട്ട് വളരെ വളരെ കാലം ചികിത്സിച്ചിട്ട് മാറിയില്ല. അപ്പം അവരുടെ പാസ്റ്റിൽ അവർ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് തലപൊട്ടി മരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു പെയിനെ പറ്റിയുള്ള ഭയം, പേടി, അത് അവർക്ക് ഇതറിയുമ്പോൾ പോവുക ചെയ്യുന്നത്. ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കുട്ടികളില്ല പക്ഷെ നിങ്ങൾ കൺസീവ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞു ഉണ്ട്, കൺസീവായി 2 വിവാഹ ജീവിതത്തിലും. അപ്പൊ എപ്പോ ഇവര് കൺസീവായോ ആ നിമിഷം മുതൽ ഇവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങി. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഈ സ്ത്രീ ഇങ്ങനെ പുറത്തു പോവുകയും ആരും അകത്ത് നിന്ന് വാതിൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. ഈ സ്ത്രീ രാവിലെ എണീറ്റ്, തണുപ്പ് കാലം കൂടി ആയിരുന്നു പോലും, ഇരുന്ന് മരിച്ചതായിട്ട് അവരുടെ തന്നെ അവർക്കറിയാം. അവരുടെ 2 or 3 തലമുറയ്ക്ക് മുന്നേ അവരുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ്. അത് എന്നോട് ഈ പറഞ്ഞ ആള് റിട്ടയേർഡ് ഹെഡ് മാസ്റ്ററാണ്. അത്രയും പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെ ചെറിയൊരു പെൺകുട്ടി, ഒരമ്മ എന്നോട് പറയണ നിന്റെ കുട്ടി മരിച്ചോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആളിന് അറിവില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. നമസ്കാരം, ദേവപ്രയാഗ് അസ്ട്രോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പുതിയ എപ്പിസോഡുമായി ശാന്തി ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. ചേച്ചി നമസ്കാരം. നമസ്തേ ചേച്ചി, ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ പൂർവ്വജന്മ ബോധത്തെക്കുറിച്ച് ചേച്ചിയുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വന്നവർ പലരും ഉണ്ടായിരിക്കുമല്ലോ. ആ പൂർവ്വജന്മത്തിലെ അനുഭവങ്ങൾ ചേച്ചി അവർക്ക് വിവരിച്ചു കൊടുത്തതിന് ശേഷം അവരുടെ ജീവിതത്തിൽ, പ്രസൻറ്റ് ലൈഫിൽ ആ കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് ചേച്ചി പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ഇഫക്റ്റ്, അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അനുഭവസ്ഥർ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിനെപ്പറ്റി വിശദീകരിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എന്നിരുന്നാലും അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാത്രമല്ല, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പൂർവ്വജന്മമായിട്ട് കണക്റ്റഡ് ആണ്. എന്നിരുന്നാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മൊത്തമായിട്ട് അങ്ങനെയല്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതൊക്കെ നമ്മളുടെ പഴയ ജന്മത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാനിവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്നു. 1 മണി കാറിൽ കയറി 1 മണിക്കൂർ കഴിഞ്ഞാൽ, അരമണിക്കൂർ കഴിഞ്ഞാൽ ഉറങ്ങി, വീണ്ടും ഉണർന്ന് എത്തുന്നത് കൊല്ലത്താണല്ലോ. അപ്പം ഈ ഞാൻ തന്നെയല്ലേ? അതെ. എൻ്റെ എല്ലാ ചിന്തകളും അവിടെ ഉണ്ടാകും. എൻ്റെ അറിവുകളുണ്ടാകും, അറിവുകേടുകളുണ്ടാകും, ചിന്തകളുണ്ടാകും, ഇഷ്ടങ്ങളുണ്ടാകും, അനിഷ്ടങ്ങളുണ്ടാകും. അതേപോലെ ദീർഘമായൊരു ഉറക്കമാണ് മരണം എന്ന് പറയും. പക്ഷേ മരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആ പൂർവ്വജന്മത്തിലെ അനുഭവങ്ങൾ ചേച്ചി പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ജന്മത്തിൽ അവരെ കൂടുതൽ ബോധവാന്മാരോ ബോധവതികളോ ആക്കാൻ അത് സഹായിക്കുമോ? അതോ അവർ എൻ്റെ കഴിഞ്ഞ ജന്മം ഇത്രയും മോശമായിരുന്നു, ഈ ജന്മത്തിൽ എനിക്കതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു വ്യാധി ആയിട്ട് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? വ്യാധി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളുള്ളപ്പോഴാണല്ലോ സമീപിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം അവരുടെ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പോഴാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണം അവർ നമ്മൾ കണ്ടെത്തി കൊടുക്കുക ചെയ്യുന്നത്. കണ്ടെത്തി കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസമാണ് ഉണ്ടാകുക, ദോഷം ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കഥ പോലെ, നിങ്ങൾ അവിടെ ഇന്ന രാജ്യത്ത് ജനിച്ചിരുന്നു, അവിടുത്തെ രാജാവിൻ്റെ രാജകുമാരിയായിരുന്നു, അല്ലെ രാജാവായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു കാര്യമായിട്ട് ഞാൻ ഒരാളോടും പറയാറില്ല. ഇപ്പം തന്നെ ഒരാൾ ഒരു ജാതകം കണ്ടിട്ട് അവരോട് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഡാൻസിനോട്, ഈ ജന്മം ഒരു ഡാൻസർ അല്ല, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഡാൻസിനോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് വളരെ വളരെ ഇഷ്ടമായിരുന്നു, പിന്നെ ജീവിതമൊക്കെ വന്ന് ഞാൻ മാറിപ്പോയി, ഡാൻസൊന്നും ചെയ്തില്ല.
അങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ പഴയ ജന്മത്തിൽ ഡാൻസർ ആയിരുന്നു. അപ്പൊ അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ ഒരു കഥ പോലെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ ഈ ചില ജന്മങ്ങളിൽ ഇപ്പൊ നമ്മൾക്ക് ശരീരത്തിന്റെ രോഗങ്ങളുണ്ട്, ആ രോഗങ്ങൾ മാറാതെ നിൽക്കുന്ന കേസുകളുണ്ട്, ചികിത്സകൾ ചെയ്തിട്ടും കാരണം കണ്ടെത്തിയിട്ട് എത്താൻ പറ്റാതെയൊക്കെ. അപ്പോൾ ആ ഒരു ലൈഫിൽ അവർ ആ ജന്മത്തിൽ ആ ഓർഗന് ക്ഷതം പറ്റുന്ന രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കത്തി കൊണ്ട് മുറിവേറ്റ് ഒരാള് വയറുവേദനയാണ്, അവർക്ക് ഇത്ര കാലം നോക്കിയിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് അവര് ഒരു യോദ്ധാവായിരുന്നു കഴിഞ്ഞ ജന്മത്തില്, കുത്തേറ്റ് മരിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ഇംപ്രഷനാണ് അവർക്ക് അങ്ങനെ കിടക്കുന്നത്. അത് അറിയുമ്പോ അവർക്ക് ശരിക്കും പറഞ്ഞ ആ മനസ്സിലുള്ള ഭീതി, ആ ഒരു ചിന്ത വിട്ടുമാറുക ചെയ്യുന്നത്. ആ രോഗം തന്നെ പോയി. അങ്ങനത്തെ 2-3 കേസുകൾ പരിഹാരമായിട്ടാണ് വരിക. അതേപോലെ ഇപ്പൊ ഒരാള് തലവേദനയായിട്ട് വളരെ വളരെ കാലം ചികിത്സിച്ചിട്ട് മാറിയില്ല. അപ്പൊ അവരുടെ പാസ്റ്റിൽ അവര് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് തലപൊട്ടി മരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു പെയിനെ പറ്റിയുള്ള ഭയം, പേടി, അതവർക്ക് ഇതറിയുമ്പോൾ പോവുക ചെയ്യുന്നത്. പിന്നെ ഇപ്പം ചില വ്യക്തിബന്ധങ്ങളിൽ ഇപ്പൊ അത് ഒരുപാട് ഉള്ളത് കൂടുതലും വിവാഹ ജീവിതത്തിലായിരിക്കും. അപ്പോൾ ഇവർ രണ്ടാളും കൂടി എന്തെങ്കിലും ബാക്കി ആൾക്കാർക്ക് കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ടാവുക, ഏറ്റവും കൂടുതൽ മോശമായിട്ടൊക്കെ കാണുന്ന കുട്ടികളെ മിസ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പല പല രീതിയിൽ. ഇപ്പോൾ ഇതിനു മുൻപ് ഞാൻ പല എപ്പിസോഡുകളിലും സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരൊരു ദുഃഖം അനുഭവിക്കാൻ വേണ്ടി വരികയാണ്. ഇപ്പൊ ചിലപ്പോൾ ഇവർക്ക് കുട്ടി ഉണ്ടായതിനു ശേഷമായിരിക്കും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ അത് ഇന്ന കാരണം കഴിഞ്ഞിരുന്നവർക്ക് പെട്ടെന്ന് ജനിച്ചതിന് ശേഷമായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഒരിക്കലും ഒരു സ്ത്രീക്ക് അവരുടെ ഒരു വിവാഹം കഴിഞ്ഞു, 2ാമത്തെ വിവാഹം കഴിഞ്ഞു, 3ാമത് വീണ്ടും പ്രപ്പോസൽ നോക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് സമീപിച്ചത്. അപ്പോൾ 2 വിവാഹങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ട് ഏത് സമയത്താണ് വിവാഹബന്ധം വേർപെട്ടത് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കുട്ടികളില്ല പക്ഷെ നിങ്ങൾ കൺസീവ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞു ഉണ്ട്, കൺസീവായി 2 വിവാഹ ജീവിതത്തിലും. അപ്പൊ എപ്പോ ഇവര് കൺസീവ് ആയോ ആ നിമിഷം മുതൽ ഇവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങി. അതിനു മുൻപ് അവര് തമ്മിൽ വളരെ രമ്യതയിലായിരുന്നു, ഭർത്താവുമായിട്ടും ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടും. അവര് ബോധേടല്ലായിരുന്നു. ഇപ്പൊ 2ാമത്തെ വിവാഹത്തിലും അതുപോലെ തന്നെ കൺസീവ് ആയതിനു ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പൊ അവരുടെ പാസ്റ്റിലേക്ക് ആര് ബോധമില്ലായിരുന്നു എന്ന് പറഞ്ഞ ചേച്ചി? ഐ മീൻ 2 പേരും ഇപ്പൊ കൺസീവ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് അവര് റിയലൈസ് ചെയ്തില്ല. വിവാഹത്തിന് കുട്ടി ഉണ്ടായതിന് ശേഷം, കൺസീവ് ആയതിനു ശേഷമാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയെന്ന് ഞാൻ ചോദിക്കുമ്പോഴാണ് അവർ പറഞ്ഞു അത് ശരിയാണ്, കൺസീവ് ആകുന്നവര് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുമ്പോൾ വീട്ടിൽ സന്തോഷമല്ലേ അവരുടെ. അപ്പൊ അവരുടെ പേരൻസ് ഒക്കെ ആയിട്ടും ഇവര് ഭാര്യയും ഭർത്താവും തമ്മിലും പ്രശ്നം ഉണ്ടായി, ബന്ധം വേർപെട്ടു. അത് മിസ്കാരേജ് ആവുകയും ചെയ്തു, ബന്ധം വേർപെട്ടു. 2ാമതും അങ്ങനെ തന്നെ സംഭവിച്ചു. അതും കൺസീവ് ആയെങ്കിലും പ്രസവിച്ചില്ല, ഡെലിവറി ആയില്ല. അപ്പോൾ അപ്പോൾ മുതൽ ഇവർക്ക് പ്രശ്നങ്ങൾ വരെയും വിവാഹബന്ധം വേർപെടുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് ഇവരുടെ പാസ്റ്റ് ലൈഫിൽ, പിന്നെ ഇവരുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മരുമകളായിട്ട് വന്ന ഒരു സ്ത്രീ. അവര് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവര് പഴയ കാലമല്ലേ, അപ്പോൾ പുറത്താണ് വാഷ്റൂമൊക്കെ ഉണ്ടാവുക. അവർ പുറത്തു പോയി വാഷ്റൂമിൽ മറ്റോ പോകാനായിട്ട് പോയിട്ട് ഈ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ആരോ ഒരു വാതിൽ പുറത്തിറങ്ങിയപ്പോൾ വാതിൽ ലോക്ക് ചെയ്തു. അപ്പോൾ അതാരാണെന്ന് പറയുന്നില്ല. വാതിൽ ലോക്ക് ചെയ്ത് ഇവർ പുറത്തിരുന്നിട്ട് മരിച്ചുപോയി. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഗർഭിണികൾ ആരെങ്കിലും മരിച്ചു പോയതായിട്ട് നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഈ സ്ത്രീ ഇങ്ങനെ പുറത്തു പോവുകയും ആരോ അകത്ത് നിന്ന് വാതിൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. ഈ സ്ത്രീ രാവിലെ എണീറ്റ്, തണുപ്പ് കാലം കൂടിയായിരുന്നു പോലും, ഇരുന്ന് മരിച്ചതായിട്ട് അവരുടെ തന്നെ അവർക്കറിയാം. അവരുടെ 2-3 തലമുറയ്ക്ക് മുന്നേ അവരുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്ക് ഈ സംഭവം ഉണ്ടാകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഉണ്ടാകുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടായല്ലോ, ഇനി നമുക്ക് മാത്രം എന്താ? ചിലർക്ക് ചില സഹോദരങ്ങളുടെ മക്കളെല്ലാം വളരെ നന്നായിട്ടിരിക്കുന്നു, ചില മരിച്ചുപോയവരുടെ പിതൃദോഷങ്ങൾ, ഇതുപോലുള്ള ദോഷങ്ങളൊക്കെ. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജനങ്ങൾ എപ്പോഴും ചോദിക്കും, ഇത് ഞങ്ങൾക്ക് മാത്രം, ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം നല്ലതാണല്ലോ, മറ്റവർക്കെല്ലാം നല്ലതാണല്ലോ. പക്ഷെ ഈ കാര്യം ചെയ്യുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന കുറെ വ്യക്തികളുണ്ട്,
ഈ ലോക്ക് ചെയ്ത ഒരു വ്യക്തി, ആ. അത് വലിയൊരു പാതകമാണല്ലോ. അത് കണ്ടിട്ട് കണ്ണടച്ച ഒരു വ്യക്തികളുണ്ട്, അതെ. മനസ്സിലായില്ലേ? അപ്പൊ ഇവരെ ഇങ്ങനെ പുറത്താക്കി ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു നിമിഷം ഇവര് പുറത്തു പോയപ്പോ സ്വപ്നത്തിൽ അറിഞ്ഞിട്ട് കയറി വന്ന് ലോക്ക് ചെയ്യുന്നതല്ല. അത്രമാത്രം പീഡനം ആ വീട്ടിൽ ആ സ്ത്രീ സഹിച്ചിട്ടാണ് അവസാനത്തെ സംഭവമാണ് മരിക്കുക എന്നുള്ളത്, കൊല്ലപ്പെടുക എന്നുള്ളത്. തണുപ്പ് കൊണ്ട് മരിച്ചുപോയി, അകത്ത് കയറാതെ മരിച്ചുപോയി. തണുപ്പ് കൊണ്ടോ, തണുപ്പുള്ള സമയമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്, മരിച്ചവിടെ ഇരുന്നു എന്നാ പറയാം. അപ്പൊ ഇത് ഇവർക്ക് കുടുംബത്തിലെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വരികയും ഇത്രമാത്രം സഫർ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വീട്ടിൽ ഇവരെ ദ്രോഹിക്കുന്ന ആളുകളുണ്ട്, ഇതിന് മൗന അനുവാദം കൊടുക്കുന്ന ആളുകളുണ്ട്, ഈ കുട്ടിയെ രക്ഷിക്കേണ്ട ആളുകളുണ്ട്. അങ്ങനെ എങ്ങനെയും കുറെ ആൾക്കാരുണ്ടാവില്ലേ അവിടെ. അപ്പൊ ഈ ഒരാൾക്കൊരു ദുഃഖം വരുമ്പോ ഇവരോട് ചുറ്റപ്പെട്ട കുറെ ആളുകളും ദുഃഖിക്കുന്നില്ലേ? ഈ പെൺകുട്ടിക്ക് ഇപ്പൊ 2 വിവാഹങ്ങളും മുടങ്ങി എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ ദുഃഖിക്കുന്ന കുറെ ആൾക്കാരില്ലേ? അവരുടെ പേരൻസ് ഉണ്ടാകും, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുണ്ടാകും, അവരൊക്കെ ദുഃഖിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ മറ്റേ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന സോളുകൾ തന്നെയാണ് പുനർജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ ദുഃഖത്തിൽ പങ്കാളികളാകുന്നു. അതിന് ഇവരുടെ കുടുംബത്തിൽ എത്ര 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 100 പേരും ഇത് അനുഭവിക്കണം എന്നില്ല. അതാണ് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം എന്തുകൊണ്ടാണ്. അപ്പൊ ഈ കാര്യം അറിയുമ്പോ എന്താണ് ഇവർക്ക് അതിനുള്ള പ്രായശ്ചിത്തം മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ പ്രായശ്ചിത്തമാകുന്നു. അയ്യോ അങ്ങനെ സംഭവിച്ചു പോയല്ലോ, അതിനുശേഷം അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ദാനങ്ങളോ എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ ഫിയറും കുറ്റബോധമൊക്കെ പോകും. കാരണം ഈ കുട്ടി മരിക്കാൻ വേണ്ടി ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചതിന് ശേഷം ഒരു സമൂഹം മുഴുവൻ ഇവരെ ബ്ലെയിം ചെയ്യും. ആ സമൂഹത്തിലുണ്ടാകുന്ന എത്രയോ മനുഷ്യരുണ്ട്, അവരുടെ മനസ്സിന്റെ ശാപമുണ്ട്. അതൊരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഇതാണ്. ഈ വിധിക്കപ്പെട്ട ആ വ്യക്തിയുടെ മാനസിക വൈഷമ്യങ്ങളും അനുഭവിച്ച വിഷമങ്ങളും കൂടാതെ ഈ കഥയോ അല്ലെങ്കിൽ ഈ സംഭവത്തിനെ കുറിച്ച് അറിഞ്ഞവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിങ്സ്, ശാപവചനങ്ങളുണ്ട് ഒരു ഗ്രാമത്തിൽ. അതാണ് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളുടേതായിട്ടുള്ള ബോധതലത്തിൽ ചിന്തകൾ വരുമ്പോൾ അതിനൊരു ശക്തി കൂടുതലാണ്. ഗ്രൂപ്പ് പ്രയർ എന്ന് പറയുമ്പോൾ അതെ, ഗ്രൂപ്പ് പ്രയറിന് ശക്തിയുണ്ട്, ഗ്രൂപ്പായിട്ടുള്ള ഒരു കഴിച്ചാവുമ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനത്തുള്ള അനുഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇതിപ്പോ ഈ ഒരു ലൈഫിൽ വന്നിട്ട് ഇവർ ഇതിൽ നിന്ന് പുറത്തു വന്നു, ഇതിനു മുമ്പ് ഇതേ അനുഭവങ്ങളിൽ കൂടി ഇവർ കടന്നു പോയിട്ടുണ്ടാവണം മുന്നിലുള്ള ലൈഫിലും. കാരണം ഇതിപ്പോ സൊല്യൂഷൻ ആയല്ലോ, ഇതിനെ ചെയ്യേണ്ട പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അതിന്ന് പുറത്തു വന്നു. ഇത്രയും കാലം അവര് സഫർ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളോട് മാത്രം ചെയ്യുന്ന തെറ്റും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ പെയിൻ ഉണ്ടാക്കുന്നതും തമ്മിൽ നമ്മളുടെ ആ അനുഭവത്തിന് ഇന്റൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് അറിയുമ്പോൾ ഇതിപ്പോ ഒരു വ്യക്തി എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എന്തായിരിക്കുന്നു എന്നുള്ളത് അവർക്ക് കൂടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയാറുള്ളത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ പലരും എൻ്റെ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു എന്ന് പറയും, അങ്ങനെ സംഭവം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ജാതകം അനലൈസ് ചെയ്യുമ്പോഴാണ് ഏത് ഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുക, നമ്മൾ ആവശ്യമുള്ള ഭാഗത്തേക്കാണല്ലോ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ വേണ്ടത് വിട്ടേക്കുക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്കത് മനസ്സിൽ തെളിഞ്ഞു വരും. അത് അവരും കൂടെ അവരുടെ യുക്തിക്ക് അനുസരിച്ച് സ്വീകാര്യമായിരിക്കണം. ഒരിക്കലും ഞാൻ ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ അവിടെയുള്ള ഒരു കോളേജ് പഠിപ്പിക്കുന്ന അധ്യാപകനുണ്ട്. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പാസ്റ്റിലെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പൊ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു, ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തായിട്ട് ജനിക്കുന്നു, അടുത്ത ജന്മത്തിൽ എന്തായിരിക്കും. അപ്പൊ അപൂർവ ആൾക്കാരാണ് അങ്ങനെ ചോദിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ജാതകം അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ല, പിന്നെ വിദ്യാഭ്യാസ രീതി ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയല്ലേ കോളേജ് നടക്കേണ്ടത്, ഞാനായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ ഉള്ള ആയിരുന്നു. ഞാൻ പറഞ്ഞു കോളേജ് തന്നെ ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ്, പക്ഷെ പഠിപ്പിക്കുകയായിരിക്കത്തില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു തലത്തിൽ വരുന്ന ആളാകാനാണ്. ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന് മുന്നത്തെ ഒരു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്, എനിക്ക് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം, ഞാനൊന്ന് നടത്തി കാണിച്ചു തരാം, അങ്ങനെ ആവണം എന്നുള്ള ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഗൃഹനില വെച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒരു കഥകളായിട്ട് നമ്മൾ ചുമ്മാതെ ആളുകളെ ഒരു എന്താ പറയാ ഒരു ഫാന്റസിയുടെയോ അല്ലെങ്കിൽ ഹലൂസിനേഷന്റെയോ ഒക്കെ ഒരു തലത്തിലേക്ക് വിടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇനി വരും നിങ്ങളുടെ പൂർവ്വ കഥകളെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്നൊന്നും ഞാൻ പറയാറില്ല. നിങ്ങൾക്കൊരു പ്രോബ്ലം
രോഗങ്ങളുണ്ട്. ചിലപ്പോൾ ചില അസുഖങ്ങൾ അങ്ങനെ വരുന്നതായിരിക്കും, എല്ലായ്പ്പോഴും അല്ല. രോഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പൂർവ്വജന്മ കർമ്മഫലങ്ങൾ കൊണ്ട് വരുന്ന രോഗങ്ങളാണ്. അല്ലാതെ ചില രോഗങ്ങൾ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതിരിക്കുന്നുണ്ട്. അതുപോലെ ചില ബന്ധങ്ങളുണ്ട്, ചില സ്വഭാവ പ്രത്യേകതകളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഈ കഥകളൊക്കെ തെളിഞ്ഞു വരികയും അത് നമ്മളെ ആളുകളോട് പറയുകയും ചെയ്യുന്നത്. അത് അവർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. നമുക്ക് അങ്ങനെ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ, ഇപ്പം എനിക്ക് സുരേഷിനോടൊരു കാര്യം പറയുമ്പോൾ അത് ഏത് രീതിയിൽ ഞാൻ പറയുന്നു എന്നുള്ളതനുസരിച്ചല്ലേ സ്വീകരിക്കുന്നത്. എനിക്ക് നിങ്ങൾ ഭയങ്കര പാപം ചെയ്തിട്ടുള്ള സോളാണ്, നിങ്ങൾ ഇനി ഗതി പിടിക്കാൻ പോകുന്നില്ല ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവും? അപ്പോൾ അത് നമ്മൾ അവരോട് പറയുന്നു. ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഇതിന് നന്നായിട്ട് വേണം. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു മനുഷ്യരെ കാണുമ്പോൾ, നമ്മളൊരു മനുഷ്യരോട് ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പറയുമ്പോഴും അത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ള ഒരു ബോധം വേണം. നമ്മളോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമ്മളിങ്ങനെ കേട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വെച്ചിട്ട് നമ്മളെ വേറൊരാളായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളിനെ കണ്ട് നമ്മുടെ ഭാഗമാണല്ലോ അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് ഭയവും വേദനയുമാണോ അതോ സമാധാനവും ആശ്വാസവുമാണോ എന്നുള്ളതാണ് അതിനകത്ത്. അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. ചേച്ചി പറയുമ്പോൾ ശരിക്കും നിത്യജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിലെ ഒരു മാനേജറാണ്. ഈ മാനേജർക്ക് തോന്നുന്ന രീതിയിൽ തൻ്റെ കീഴിലുള്ളവരോട് ചീത്ത പറയാം. രാവിലെ തന്നെ വന്ന ഉടനെ തന്നെ അതിശക്തമായി ചീത്ത പറയുന്നു. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കോപം തീരുന്നു. പക്ഷേ ഇത് നമ്മൾ എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സുപ്പീരിയർ വന്നിട്ട് നമുക്കൊരു 2 ഡോസ് കിട്ടുമ്പോഴാണ് നമ്മൾ എത്രമാത്രം മറ്റുള്ളവർ ഇത് അനുഭവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബോധം നമുക്ക് തെളിയുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? അത് ഏതൊരു അറിവാണെങ്കിലും സുരേഷ്, ഈ ഭൗതിക മെറ്റീരിയൽ തലത്തിൽ മാത്രമല്ല. നമ്മൾക്കിപ്പോൾ ഇപ്പൊ നമ്മളൊരു ഉപനിഷത്ത് വായിച്ചെന്ന് വെച്ചോ, നമ്മളിപ്പോൾ വായിക്കുന്നതും 5 വർഷം കഴിഞ്ഞ് വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന രീതി വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും നമ്മുടെ ജീവിത അനുഭവങ്ങൾ വേണം. ഏതൊരു അറിവിനും അവബോധത്തിലേക്ക് വരണമെങ്കിൽ അത് മറ്റത് ഇൻഫർമേഷനാണ്. നമുക്ക് പുസ്തകം വായിച്ച് കുറേ ഇൻഫർമേഷൻ ഉണ്ടാകുക, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ നമ്മൾക്കത് അവബോധത്തിലേക്ക് വന്ന് നമ്മുടെ അനുഭവത്തിലേക്ക് നമ്മുടെ അവബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ കാണുന്ന രീതി വളരെ വ്യത്യാസമാണ്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ മറ്റുള്ളവരോടുള്ള സമീപനം വേണ്ടത്. ഇപ്പൊ ഇൻഫർമേഷൻ ആണെങ്കിൽ ഈ ആളുകളോട് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മളെ ഒരു മനുഷ്യര് നമ്മളുടെ ഇതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാണണം. ഞാൻ എൻ്റെ ഒരു 24ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു അസ്ട്രോളജറെ കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്, അതെനിക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും പെയിൻ ഉണ്ടാക്കാമായിരുന്നതായിരുന്നു. അപ്പൊ എൻ്റെ കുട്ടിയെ പറ്റി ചോദിക്കാനാണ് പോയത്. അപ്പൊ എന്നെ വളരെ നിർബന്ധിച്ച് എൻ്റെ ഒരു ചേച്ചി, പരിചയമുള്ള സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ പോയതാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ആയുസില്ല. ഞാൻ അന്നേരം വളരെ ചെറുപ്പം, ഞാൻ ഒറ്റയ്ക്ക് ഒരു ചേച്ചിയുടെ കൂടെ, ഞാൻ ആദ്യമായിട്ടും കണ്ടിട്ടില്ല, ഇവരെന്ത് പറയുമെന്ന് അറിയില്ല. ഇത് ആയുസില്ല, വളരെ ആയുസില്ലാത്തൊരു കുട്ടി. ഷോക്ക് എന്ന് പറയുന്നതിനേക്കാളുപരി അപ്പൊ എൻ്റെ ഗുരു എന്നോട് ചോദിച്ചു, ഞാൻ ഈ അനുഭവം പറഞ്ഞപ്പോഴും എന്നോട് ചോദിച്ചു, വല്ലാതെ വിഷമിച്ചു അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വിഷമിച്ചു, പക്ഷെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ അതിനകത്തൊന്ന് പുറത്തു വന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് ചോദിച്ചാൽ എന്താണ് അത്? എന്നോട് ഈ പറഞ്ഞ ആള് റിട്ടയേർഡ് ഹെഡ് മാസ്റ്ററാണ്, അത്രയും പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെ ചെറിയൊരു പെൺകുട്ടി, ഒരമ്മ എന്നോട് പറയണത് നിന്റെ കുട്ടി മരിച്ചോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആളിന് അറിവില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. ബോധം, അറിവ്, ഈ 2 കാര്യങ്ങൾ വളരെ കുറവുള്ള ഒരു വ്യക്തിയാണ് അത് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ അത് ശരിയാവാൻ വഴിയില്ലെന്ന് ഞാൻ ഒരു 1.5 തീരുമാനിച്ചു. പിന്നെ എനിക്ക് പേടിയൊന്നും വന്നില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, എനിക്ക് പേടിയൊന്നും വന്നില്ല. ഒരു വ്യക്തിത്വം അന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നുള്ള ഒരു ബീജാവാപം അവിടെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു നിമിത്തം അല്ലേ? ഇതുകൊണ്ട് ഞാൻ പഠിച്ചു എന്നല്ല, അല്ല പിന്നീട് പലർക്കും പറഞ്ഞു കൊടുക്കും. എപ്പോഴും എനിക്ക് ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് തളർത്തുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ കൊടുക്കേണ്ട ഡോസ്. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി
സ്വയം തിരുത്താനുള്ളൊരു തീർച്ചയായിട്ടും അതെനിക്ക് വലിയൊരു അത് എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് സംസാരിച്ച അവരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പുസ്തകം വായിക്കാത്ത പുസ്തകങ്ങളൊക്കെ കുറവാണ് അസ്ട്രോളജി സംബന്ധമായിട്ടുള്ള. വായിച്ചത് കൊണ്ട് മാത്രം പറയുന്നില്ല, അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ, അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളോട് പറയുമ്പോൾ അവരെങ്ങനെ അത് എടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളൊരാളെ ഭയപ്പെടുത്തുക, ഒരാളോട് അങ്ങനെ പറയുക. പലരും അതുപോലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, മുഖത്ത് പാട് വീഴും. മുഖത്ത് പാട് മീൻസ് പൊള്ളലുണ്ടാകും മുഖത്ത്. അപ്പോൾ ചെറിയ പെൺകുട്ടികളോടെ അപ്പോൾ അവർക്കതൊക്കെ വലിയ വിഷമമായിരിക്കും. ആക്സിഡൻ്റ് ആകും. ഒരിക്കലും ഒരു അമ്മ വന്ന് പറഞ്ഞു, അവരുടെ മകൻ ബോംബെയിലാണ്. അപ്പോൾ അവരോട് ആരോ പറഞ്ഞു തന്നു, അവരുടെ മകന് ഇത്ര ദിവസത്തിനകത്ത് കൊല്ലപ്പെടും. ഇപ്പൊ അതൊക്കെ കൊല്ലപ്പെട്ടൊന്നുമില്ല, ഇപ്പോഴോ കുട്ടിയുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേപോലെ ചിലപ്പോ ആയുസ് കുറവാണെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് 35 വയസ്സ് വരെ ആയുസുള്ളൂ, 50 വയസ്സ് വരെ ആയുസുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് ഈ 35 ആകുമ്പോഴത്തേക്കും അവർക്ക് മരണഭയമല്ലേ. 50 വയസ്സാകുമ്പോഴത്തേക്കും അതെ, പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ രേഖകളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ ഈ രേഖ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പാടാണ്. എന്നാൽ പോലും അവരുടെ ഉള്ളിൽ ആ ഭയം ഉണ്ടാകും. മനുഷ്യന് ഭയം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വലിയ പാപമാണ്, വളരെ എളുപ്പവുമാണ്. വളരെ എളുപ്പവുമാണ്, വളരെ പാപവുമാണ്. പാപം എന്ന് പറഞ്ഞാൽ അന്യർക്ക് കൊടുക്കുന്ന എന്താണ് അത് നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് പ്രകൃതിയുടെ നിയമം, ന്യൂട്ടന്റെ തേർഡ് ലോ പോലെ തന്നെ. അപ്പോൾ ഇവിടെ ചേച്ചി ഒരു ചോദ്യം വരുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇത് എന്തുകൊണ്ട് എനിക്ക് മാത്രം അനുഭവപ്പെടുന്നു? അന്ന് ഇങ്ങനെ ഒരു സ്ത്രീയെ പുറത്ത് ഇരുത്തി വാതിലടച്ച് അവരുടെ ഒരു മരണം സംഭവിക്കാനുള്ള ഒരു സംഭവം അവിടെ നടന്നതിന് വീട്ടിലുള്ള മറ്റവർ ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ 1-2 പേർക്ക് മാത്രം സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇന്ന് ചേച്ചിയോട് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ എപ്പോഴും എനിക്ക് മുൻകൂറായിട്ട് ഇപ്പോൾ ഒരു ധാരണ വരുന്നത്, ഇത് പൂർവ്വജന്മം കൊണ്ട് ആയിരിക്കുമല്ലോ, ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു ധാരണ വരുന്നുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഇപ്പോൾ ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയോട് പ്രേമമുള്ള ഒരു ആൾ, അവർ അഗാധമായി പ്രണയിച്ചിരുന്നു, തമ്മിൽ കണ്ടിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ വിവാഹം വരെ എത്താമായിരുന്നു. കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആൺ പ്രജ എന്ന് പറയുന്നത് സമ്പാദിച്ച് വരാനുള്ള ഒരു പ്രാപ്തി ആയാലേ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിലും ഇവരുടെ ഈ വിവാഹം നടന്നില്ല. എന്തൊക്കെയോ കാരണമെന്നറിയില്ല, ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അത്രയും അറിയുന്ന വീട്ടുകാരാണ്, അത്രയും നന്നായിട്ട് സ്വയം അറിയുന്നവരാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോയ ആൾക്കാരാണ്. എന്നിട്ട് നടക്കാതിരിക്കുന്ന പറയുമ്പോൾ ഇവിടെയും ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്, ഈ പൂർവ്വജന്മത്തിൻ്റെ അവർക്ക് ഇങ്ങനൊരു ദുഃഖം അനുഭവിക്കാൻ കിടക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ പിരിയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ഉണ്ടാകും. ഇവർക്ക് വിവാഹം കഴിച്ച് ഇപ്പോൾ സ്നേഹമൊക്കെ ആണല്ലോ, വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയും കണ്ടിട്ടുണ്ട്. ചിലര് വളരെ സ്നേഹമുള്ള പ്രേമത്തിലിരിക്കുന്നു, അവർ വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന ജാതകങ്ങളുണ്ടായിരുന്നു. അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ അവര് വിവാഹം കഴിച്ചില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ഇതുവരെയുള്ള ജീവിതവും അവരുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളുടെയൊക്കെ പുണ്യം കൊണ്ട് അവർ വിവാഹം കഴിച്ചില്ല. നല്ലതിനായിരിക്കാം, മോശം കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല, നല്ലതിന് വേണ്ടിയിട്ടും സംഭവിക്കുമല്ലോ. പിന്നെ വിവാഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരാളുടെ ജാതകത്തിൽ 7ാം ഭാവത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നോ ആ ഗ്രഹം സൂചിപ്പിക്കുന്ന ആ അനുഭവങ്ങൾ കൊടുക്കേണ്ട വ്യക്തി മാത്രമേ വരുള്ളൂ. എത്രയൊക്കെ ആലോചിച്ചാലും, എത്രയൊക്കെ പൊരുത്തം നോക്കിയാലും, എത്രയൊക്കെ നോക്കിയില്ലെങ്കിലും ഇവരുടെ ജീവിതത്തിൽ 7ാം ഭാവം കൊണ്ട്, 7ാം ഭാവം എന്ന് പറയുമ്പോൾ വിവാഹത്തെ കൂടെ കാണിക്കുന്ന കാര്യമാണ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കറിയാവുന്ന വിവാഹമാണ്. ലോകത്തോട്ട് നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് 7ാം ഭാവം കൊണ്ടാണ്, ഞാനും സമൂഹവും എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോകാം. 8ാം ഭാവം പറയുന്നത് മരണത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 12ാം ഭാവം പറഞ്ഞാൽ മതിയായിരുന്നു മരണം. അത് ഫിസിക്കൽ ഡെത്ത് ഒന്നും അല്ല, അല്ലാതുള്ള ഡെത്താണ്. അപ്പോൾ 7ാം ഭാവം എന്ന് പറയുന്നത് ഞാൻ വളർന്നു വന്ന് ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തമായി ലോക അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതും 7ാം ഭാവം കൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാനെന്നുള്ള വ്യക്തി ഞങ്ങൾ എന്നുള്ള ആകുന്ന അവസ്ഥയും കൂടെ ആണ് വിവാഹം എന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ്.
അപ്പോൾ അവിടെ എന്ത് ഗ്രഹം സൂചിപ്പിക്കുന്നു, ആ ഗ്രഹത്തിന്റെ രൂപഭാവങ്ങളുള്ള, ആ ഗ്രഹത്തിന്റെ സ്വഭാവങ്ങളുള്ള വ്യക്തിയായിരിക്കും വരിക. അത് ഒരു ഗ്രഹത്തെ കൊണ്ട് മാത്രമല്ല, ജാതകം അനലൈസ് ചെയ്താൽ അറിയാൻ പറ്റും. ഭാവമുണ്ട്, ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമുണ്ട്, ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹമുണ്ട്, ഭാവത്തിന്റെ ഭാവാധിപന്റെ അംശകാധിപൻ, അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. ഒരു 6-7 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുക ഇങ്ങനെയുള്ള ഒരു വ്യക്തി വരും. ആ വ്യക്തി ഇന്ന അനുഭവങ്ങൾ നമുക്ക് തരും. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നല്ലേ. നമ്മളുടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരം എങ്ങനെയുണ്ട്, നമ്മളുടെ രൂപം എങ്ങനെയായിരിക്കും, നമ്മളുടെ ലോകത്തോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും, അച്ഛനെ കൊണ്ടുള്ള അനുഭവം എങ്ങനെയുണ്ടാകും, അമ്മയെ കൊണ്ടുള്ള അനുഭവം എങ്ങനെയുണ്ടാകും, സഹോദരങ്ങളെ കൊണ്ടുള്ള അനുഭവം എങ്ങനെ ഉണ്ടാകും, സുഹൃത്തുക്കളെ കൊണ്ടുള്ള അനുഭവം എങ്ങനെയുണ്ടാകും, നിങ്ങളുടെ സമ്പത്തുകൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് വീട്, വാഹനം, അങ്ങനെയുള്ള ആഡംബരങ്ങളും സൗകര്യങ്ങളും എങ്ങനെയാണ്, ഉണ്ടാകുമെങ്കിൽ സത്സന്താനങ്ങളാണോ, ദുഃഖമുണ്ടാക്കാനുള്ള സന്താനങ്ങളാണോ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ, ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങളെ അതിജീവിച്ചാൽ ജീവിക്കാൻ പറ്റും, ഇതെല്ലാം പറയുമ്പോൾ ഈ 7ാം ഭാവം നിശ്ചയിക്കപ്പെട്ടതല്ലേ. ഇപ്പൊ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോസ്റ്റ്മാൻ കത്ത് കൊണ്ടു തരുന്നു, കത്തിന്റെ ഉള്ളടക്കത്തിൽ പോസ്റ്റ്മാന് യാതൊരു റോളും ഇല്ല. നമ്മൾ കത്ത് തുറന്ന് വായിച്ചിട്ട് പോസ്റ്റ്മാനെ കുറിച്ച് വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാളെ നമ്മള് ഒന്നിനും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പോസ്റ്റ്മാൻ ഈ കത്ത് കൊണ്ടു തന്നിട്ടാണെന്ന് പറയേണ്ട കാര്യം കന്നൊന്നും ചോദിക്കില്ലല്ലോ നമ്മൾ. അതേപോലെയാണ് ജീവിതത്തിൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. നമുക്ക് അത് ചിലര് വന്നിട്ട് ചില പീരീഡ് കഴിയുമ്പോൾ പോകും. ചില കുട്ടികൾ ആയതിനു ശേഷം ആ കുട്ടിയുടെ ധർമ്മമാണ് ഇവ ഈ 2 പേർക്കും വന്ന് ജനിക്കുക. ധർമ്മമല്ല, കുട്ടിയുടെ കർമ്മമാണ് ഈ 2 പേരൻസിനും കൂടെ വന്ന് ജനിക്കണം. ജനിച്ചതിന് ശേഷം അവര് വേർപിരിയുക, ദുഃഖം അനുഭവിക്കുക, ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇനി എല്ലാം നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ എനിക്കൊരു റോളും ഇല്ലല്ലോ, ഞാൻ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മുടെ യുക്തി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയും വേണം. അതും ഇതിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിഷയമായി അടുത്ത് തന്നെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.